ചില ദിവസങ്ങൾ ഇങ്ങനെയാണ്. ഓഫീസിൻ്റെ ഫ്രണ്ടിലെത്തുമ്പോൾ പ്രതീക്ഷിക്കാതെ ഇങ്ങനൊരു ബ്ലോക്ക്. മിക്കവാറും ഈ പണി കിട്ടുന്നത് ലേറ്റായിട്ട് ഇറങ്ങുന്ന ദിവസങ്ങളിലും ആയിരിക്കും. എന്തായാലും ബഗ്ഗി ചതിച്ചില്ല. അതുകൊണ്ട് നമ്മൾ മെയിൻ ഗേറ്റിൽ നിന്ന് വിസ്മയ ഇൻഫോ പാർക്ക് വരെ ബഗ്ഗിയിൽ സ്മൂത്തായിട്ട് പോയി. അങ്ങനെ കുറച്ച് ടൈം ലാഭിക്കാൻ പറ്റി. രാവിലെ ചായ കുടിക്കാനായിട്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് അടിപൊളി ഒരു മഴ. പിന്നെ നനഞ്ഞു കുളിച്ച് ഒളിച്ചാടി ഒരുവിധം ചായ ഹട്ടിലെത്തി ചായ കുടിച്ചിട്ട് ഇറങ്ങി. പിന്നെ കുറേ നേരം ചായ ഹട്ടിൽ പോസ്റ്റായിരുന്നു. ഇത് ഞാൻ ലിഫ്റ്റ് എടുത്ത വീഡിയോ ആണ്. ഈ സൈഡിൽ ഫുള്ള് തേനീച്ചക്കൂടാണ്. അവിടെ ശരിക്കും വലിയ 2 തേനീച്ചക്കൂടുണ്ടായിരുന്നു. അതിൻ്റെ ഓരോ പോർഷൻസ് ഇങ്ങനെ പൊട്ടി പൊട്ടി കിടക്കുന്നുണ്ടായിരുന്നു. കുറേ എണ്ണമൊക്കെ ഇങ്ങനെ പുറത്ത് പറന്ന് നടക്കുന്നുണ്ടായിരുന്നു. എഗെയിൻ ഓഫീസിലെത്തി വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ എൻ്റെ പെൻഡിങ് വർക്ക്സും അതുപോലെ റഫ് നോട്ട്സൊക്കെ ഇങ്ങനെ എഴുതി വെക്കാറുണ്ട് ബുക്കിൽ. ഇന്ന് നമ്മുടെ ഒരു കൊളീഗിൻ്റെ ചിലവായതുകൊണ്ട് തന്നെ ലഞ്ച് പാതിരക്കോഴിൽ നിന്നായിരുന്നു. ഇത് വിസ്മയുടെ ഫ്രണ്ടിൽ നിന്നും നമ്മുടെ IBSയിലേക്കുള്ള ഒരു വ്യൂ ആണ്. ലഞ്ച് കഴിഞ്ഞാൽ പിന്നെ വർക്കിംഗ് മോഡ് ഓൺ ആവും. ഈവനിങ് ആയപ്പോഴത്തേക്ക് എഗെയിൻ ചായ ഹട്ടിലേക്ക് പോയി. ശരിക്കും ഒരു ഓഫീസ് ഡേയെ കുറിച്ച് പറയുകയാണെങ്കിൽ രാവിലെയുള്ള ചായ കുടി, ഉച്ചയ്ക്ക് ലഞ്ച്, ഈവനിങ്ങുള്ള ചായ കുടി, ഇതിനിടയിലുള്ള വർക്കിംഗ് ടൈം, ഇതാണ് മെയിൻ. പക്ഷേ നല്ല വർക്കുള്ള ദിവസം നമ്മൾ ടീ ടൈമൊക്കെ സ്കിപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. അതുപോലെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കണമെങ്കിൽ നമ്മൾ സ്പെഷ്യൽ പെർമിഷൻ എടുത്തിട്ടാണ് പോകാറ്. ഓഫീസിൽ നിന്ന് നേരെ ഞാൻ പോയത് കലൂർ പള്ളിയിലേക്കാണ്. എന്തോ എനിക്കൊരു പീസ് ഓഫ് മൈൻഡ് ആവശ്യമാണെന്ന് തോന്നി. എനിക്കെപ്പോഴും ചർച്ചിൽ ഏറ്റവും എൻ്റെ ഫേവറേറ്റ് ഇടപ്പള്ളി ചർച്ചാണ്. അവിടുത്തെ താഴത്തെ പള്ളിയിൽ എനിക്ക് ഭയങ്കര ഒരു പീസ് ഓഫ് മൈൻഡ് ഫീൽ ചെയ്യും. അവിടെ കുറേ നേരം ഇരിക്കാൻ എനിക്കിഷ്ടമാണ്. പക്ഷേ എൻ്റെ ഹോസ്റ്റലിന് തൊട്ടടുത്ത് കലൂർ പള്ളിയാണ്. ഞാൻ സ്ഥിരം ഇവിടെ പോകാറുണ്ട്. സോ എനിക്ക് കൂടുതൽ ഇഷ്ടം അധികം തിരക്കൊന്നും ഇല്ലാത്ത സമയത്ത് ഒറ്റയ്ക്ക് ഇവിടെ പോയി കുറേ സമയം ഇരിക്കാനാണ്.